ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്ന് ദേവു ഇല്ല ഇവിടെ. ദേവു എവിടാടാ? ദേവ് അതുപോയി. ദേവ് കാണാനില്ല. അമാനൊക്കെയും വിഘ്നേഷ് മോനുമാണ് ഇവിടെ ഉള്ളത്. ഗൈസ്, അപ്പൊ ഇന്ന് മുതൽ നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അതായത് ഒരു ചലഞ്ചാണ്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ ചലഞ്ച് അല്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് അറിവില്ലാന്ന് തോന്നുന്നു. ഇത് ഞാനും ദേവും കൂടി ഡിസൈഡ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഇന്ന് തൊട്ട് 30 ദിവസത്തേക്ക് നമ്മൾ ഡെയിലി വ്ളോഗിലായിട്ട് വരും. എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ഇവന്റെ അൺഫിൽറ്റർഡ് ആയിട്ടുള്ള വേർഷനെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു വേർഷൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് മേ ബി ഞാൻ ഇൻസ്റ്റയിൽ റിലീസ് ചെയ്യുന്നതാണ്. അമാനൊക്കേണ്ടതാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു മുഖമുണ്ട്. ഇവന് ഉള്ളിലൊരു ആളുണ്ട്. എന്താടാ കാണിച്ചു കൊടുക്കട്ടെ? പ്രാന്തൻ. പ്രാന്തൻ എന്നല്ല, അതിലപ്പുറത്തെ ഒരു സാധനമുണ്ട്. അതും നമ്മൾ കാണിച്ചു തരും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ശുദ്ധമായി എല്ലാം ശ്വസിച്ചിട്ടൊന്ന് വരട്ടെ. കുറെ നേരമായി വീട്ടിന്റെ അകത്തും പിന്നെ ഓഫീസിലായിട്ടെല്ലാം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ദേവ് ഇപ്പൊ എന്തായാലും റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ദേവ് വന്നിട്ട് കാണാം. പോണം, വാ, ഇറങ്ങ്. എന്നെ എത്ര നേരാടോ ഒരുങ്ങുക? പരിധി വേണം. നിങ്ങൾ രണ്ട് ഏതാ? ഒഫീഷ്യലി നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്ന് തൊട്ട് 30 ദിവസത്തേക്ക് നമ്മൾ എങ്ങനെ വരും? ഡെയിലി വ്ളോഗായിട്ട് വരും. ഇനി മുതൽ ദേവുവിന്റെ ഇങ്ങനത്തെ വേർഷൻ നിങ്ങൾക്ക് എപ്പോഴും കണ്ടുന്ന് വരില്ല. രാവിലെ എണീക്കും മുതലുള്ള വേർഷൻ നിങ്ങൾക്ക് കാണാം. പ്രേതത്തിന്റെ ലുക്ക് ആണോ? സത്യം, ഞാൻ എല്ലാം ഡെയിലി കണ്ടോണ്ടിരിക്കുന്നതാണ്. എടാ പോടാടുന്ന്, നീ അന്നേം കൂടി അടിയാക്കുന്ന. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. കേസ്, ഇനി നമ്മൾ എന്തായാലും നേരെ ടൗണിൽ പോട്ടെ. ലേറ്റ് ആയി പോയി, വേഗം പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ വാൻ ഹ്യൂസനിൽ എത്തിയിട്ടുള്ളത് അമാന് ഷഡ്ഡി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അമാനോട് പറഞ്ഞ കളർ സൈസ് ഉള്ള കുറെ ഷഡ്ഡികൾ ഓൺലൈനിൽ ഉണ്ട്, പക്ഷെ അവന് പറ്റൂല. ബ്രാൻഡഡേ പറ്റൂലല്ലേ? ആർക്ക്? നിനക്കാ ഷഡ്ഡി വേണ്ടത്? ഇപ്പൊ ഏതാ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ 100 രൂപേന്റെ മറ്റേ ജോക്കി. അമാനോ വാൻ ഹ്യൂസനാ? നമുക്ക് ഷഡ്ഡി വാങ്ങിച്ചിട്ട് വരാം. നമ്മളിവിടെ വന്നത് ഓക്കെ. ഇവളെന്തിനാ ഇവിടെ വന്ന? ഇത് ആമ്പിള്ളേരുടെ സ്ഥലമാണ്. നീ ഒന്നും വന്നൂടാ കേട്ടോ. ഓന് ഫോർമൽ ഷർട്ട്. ഞാൻ വിചാരിച്ച ഷഡ്ഡിയാണ്. വാൻ ഹ്യൂസിന് ഷഡ്ഡി മാത്രമേ വാങ്ങുള്ളൂ. ഷഡ്ഡി നിനക്ക് അങ്ങുണ്ട്. ബ്ലോസം അവിടെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല. എന്നെ പോലത്തെ വിയേഡോസ് അല്ലേ ഉള്ളൂ. ഗൈസ്, ഇവിടെ ട്രിവാൻഡ്രം ഐഡിയ ആലോചിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കളർ സെലക്ഷൻ എല്ലാം നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നേരെ പോയിട്ട് മീഷോ ഒന്ന് വാങ്ങിക്കും. നമ്മളെ പഴയ തന്ത്രം അല്ലേ? അതിനല്ലേ നീ വരുന്നേ? ദേവു, will you buy me some ഷഡ്ഡി? എന്താ നീ എന്തോന്ന് അങ്ങനെ പറയുന്നു? ഒരെണ്ണം വാങ്ങിത്താടി. ഷഡ്ഡി വാങ്ങിച്ചു തരുവാ. അതാ അവിടെ അതാ ലിസ്റ്റ്. അതാ ഏതെങ്കിലും ഒരെണ്ണം മതി. ഇവള് പറഞ്ഞത് മുളക് ഇട്ടാ മതി. അരിപ്പ പോലെയാടാ. നാണം ഉണ്ടടി നിനക്ക് ഇങ്ങനെ പറയാൻ. ഭർത്താവിനെ നാണം കിട്ടുന്നത്. ഇവിടുന്ന് വിഘ്നേഷിന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. വിക്കി ഇതാ നല്ല പേയ്മെന്റ് എല്ലാം അടച്ചിരിക്കുന്നതാണ്. ഗൈസ്, നമ്മൾ വിഘ്നേഷിന്റെ ഷഡ്ഡി പർച്ചേസ് ചെയ്തിട്ട് ഓനെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ രജിസ്ട്രേഷൻ ഉണ്ട്, ഓഫർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓണം ആയതുകൊണ്ട് ഇപ്പൊ പല സ്ഥലത്തും ഓഫർ ഉണ്ടല്ലേ. നമുക്ക് ഓണത്തിന് ഒരു ചന്തയിൽ പോയിട്ട് ഒരു ഷോപ്പിംഗ് നടത്തിയാലോ അല്ലേ? നീ കൊറേ ആയില്ലേ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ അധികം ഓവർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂടുതലില്ല. അതാണ് പ്രശ്നം. അതായത് ഓണത്തിന്റെ 1-2 വീക്ക് മുന്നേ മാത്രം ഇതെല്ലാം ഓപ്പൺ ആവും. നിങ്ങൾ അവിടെ എല്ലാം നല്ലോണം ഉണ്ട് തോന്നുന്നല്ലേ? ഇവിടെ അങ്ങനത്തെ സംഭവം ഇല്ല. ഓണച്ചന്ത അവിടെ എന്താ കിട്ടുക? ചക്കയാ? അല്ല, അവിടെ പൈസ പേടിയാത് പോകുമ്പോ. സത്യം, വിക്കിക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നീ തന്നെയാണ് ഒരാൾ കൂടെ വേണം. അമാനാണെല്ലാം ചെയ്തു കൊടുക്കുന്നത്. വിക്കി ഷഡ്ഡി വാങ്ങിക്കും, അമ്മാൻ ബില്ല് ചെയ്യും. ഗൈസ്, ഒന്ന് തലശ്ശേരി മൊത്തം കറങ്ങാന്ന് വിചാരിച്ചു തന്നെയായിരുന്നേ. എന്താ 10 രൂപ അടിക്കാൻ പോയ 99 പീസ് രജിസ്ട്രേഷൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നാ പറഞ്ഞത് വാൻ ഹ്യൂസിന് ഓഫറിന്. അപ്പൊ 10 രൂപ പോയിട്ട് 99 രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. 99 രൂപയ്ക്ക് 12 മാസത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആണ് ഇവിടെ വന്ന് പർച്ചേസ്. 12 മാസത്തേക്കാ? 99 രൂപക്കാ? അപ്പൊ ഇവനെന്നാ 99 രൂപക്ക് എന്നാ വാങ്ങിക്കുക? മീൻസ് എന്നാ ക്യാഷ് ബാക്ക് ആയിരിക്കും അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ആയിരിക്കും അല്ലേ? ഡ്രസ് എടുക്കാൻ ഇനി വന്നാലും ഇവിടെ ഓഫർ ആണ്. ഇനിയിപ്പം ഒരു ടീഷർട്ടും ഒരു ബാഗും എന്തോ സംഭവം ഗിഫ്റ്റ് ആയിട്ട്. ഇവന്മാരെന്താ വരാത്തത്? 99 മണിക്കൂറായി നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് അറിയാ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. ഇപ്പൊ ഇതാണ് അവസ്ഥ. വിക്കീന്റെ ഊപ്പാട് ഇളകിയിട്ടുണ്ട്. എത്ര രൂപയാ പൊട്ടിച്ചത്?
മര്യാദക്ക് ഓണത്തിന്റെ ആ കളിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുമോ ഒരു 99 രൂപ കൊടുത്ത് ഈ ടീഷർട്ട് വാങ്ങിക്കാൻ ഇവൻ വന്നത് ഇവിടെ 10 രൂപക്ക് എത്രയായിട്ടേ എത്രയോ എന്താ ഒന്നും മിണ്ടാത്ത 99 100 ആവശ്യം 100 അയച്ചു കൊടുക്കാം. അപ്പൊ പറഞ്ഞ 99. എടാ ഇങ്ങനെ കൈയിടല്ലോ ഒരെണ്ണം അനക്ക് താടാ അതെങ്കിൽ അത് കിറ്റ്കാറ്റ് 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 ഇട്ട് ഗൈസ് വന്നത് മിച്ചം കിറ്റ്കാറ്റ് ഇട്ടിട്ടുണ്ട്. എന്റെ കാര്യമായ സംശയം എന്ന് പറയാം വിക്കിക്ക് എന്തോ ഒരു ലോട്ടറി അടിച്ചിന് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ചു തരാൻ നിൽക്കൂല. കണ്ടാ വിക്കിയെ ഏത് ലോട്ടറിയാണോ നിനക്ക് അടിച്ചത്? നിനക്ക് എന്തോ ഒരു ലോട്ടറി അടിച്ചിട്ടില്ലേ? ഇല്ലടോ ഒരു പമ്പറും അടിച്ചില്ല. പിന്നെ എങ്ങനെ നീ കാരവാനിൽ നമുക്ക് ഷവായി എല്ലാം വാങ്ങിച്ചിരുന്നു ഇങ്ങനെ പ്രോമിസ് ചെയ്യുന്നത്? ആരാ പറഞ്ഞേ? നീയല്ലേ പറഞ്ഞത് നാറി? നമ്മള് ഒരു ഷവായ വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുള്ള ഞാൻ ഇവിടെ കയറി ഞാൻ ഷവായ കഴിക്കും എനക്ക് വേറൊന്നും വേണ്ട. ഇവിടെ പറഞ്ഞു കേട്ടിനാ ഈ കഫേല് വന്നിട്ട് എനക്ക് ചായ ഒന്നും വേണ്ടാന്ന്. കഫേയിൽ ചായ കിട്ടില്ലല്ലോ ഇതിന്. കിട്ടൂല. ഇവിടെ കാപ്പിച്ചീനോ ഹോട്ട് കോഫി അങ്ങനത്തെ എല്ലാം കിട്ടും. എന്നിട്ട് ഇവള് പറയാ ചായ വേണ്ടാന്ന് മന്ന ബുദ്ധി. കോഫി ആ ഗൈസ് ഇപ്പൊ നമ്മൾ എന്തായാലും 2 ലോഡും പിന്നെ എന്തെങ്കിലും ഓർഡർ ഒരു ലോഡഡ് 2 പ്ലേറ്റ് റുമാലി പിന്നെ 3 ലൈമ്. ഒരു ലോഡടാ 2 എണ്ണല്ലേ പറഞ്ഞത്? നീ 2 പറഞ്ഞത്. എന്തായാലും ഗൈസ് നമുക്ക് എല്ലാവർക്കും നമ്മളെ വിക്കിമോൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ഈ കുപ്പി വെള്ളത്തില് ഇത്രയും വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഇത് പുറത്തേക്ക് മറിയാണ്ട് സീലാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ? ആ ബുദ്ധി പോലും അവനില്ല. മോനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ് പണ്ട് ഞാനും നീയും വിക്കിയും മാത്രമല്ലേ നാലാമതൊരാള് ഒരു അദൃശ്യ ശക്തി നീ തന്നെ. പണ്ട് ഞാനും ഇവനും പിന്നെ വിക്കിയും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നീയും വന്ന് അതാ കയറി വന്ന ഭൂതം. ഭൂതം പോലും നീ ഭൂതമാണോ? കല്യങ്കാട്ട് നീലിയാണോ? 4 വയസ്സാകിയ എനിക്ക് രാത്രി വരാൻ പറ്റുന്നില്ലല്ലോ പണ്ടത്തെ പോലെ. അത് പറ്റുന്നില്ല. 10 മണിക്ക് ശേഷം ഒന്നും വിടൂല. 9 മണിക്ക് ശേഷം വിടൂല. അതെന്താ അങ്ങനെ വിടാത്ത? 9 മണിക്ക് ശേഷം റോഡിലുള്ള എല്ലാവർക്കും പോണതാറി നീയാണ് അങ്ങനെ ആക്കുന്നത്. 11 മണിക്കെല്ലാം കൊണ്ടുപോയിട്ട് കടൽപ്പാലത്തിന്റെ അവിടെ പോയി. ഒരു കാര്യം പറയാൻ പറ്റേ എന്താന്ന് വെച്ചാല് ഇവൻ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവളോട് കൂടി പറയാണ്ട് ഇവൻ എന്റെ പേര് 9:30 കടൽപ്പാലം വന്നു. അപ്പൊ അതെങ്ങനെ സാധിച്ചു? അതിന്റെ ഉത്തരം എനിക്ക് അറിയണം. ആ സമയത്ത് കടൽപ്പാലത്തിന് ഇതിന് സാരിയും കൊടുത്തിട്ട് ലീലാമണി അല്ലേ മോനെ? ചാച്ചാജി പൈസ തേതോ ചാച്ചാജി. അപ്പോ അതാണ് ഇവൻ. ഷവർമ എത്തിയിട്ടുണ്ട്. റുമാലി അല്ലേ പറഞ്ഞത്? റുമാലി നല്ല ചൂസി ഷവർമ. ഞാൻ പീസ് എടുത്ത് കഴിക്കട്ടെ ഫസ്റ്റ്. ഉപ്പിലിട്ട തന്നെയാ അത്. ഞാൻ നോക്കട്ടെ ഒരു പീസ് എടുത്തിട്ട്. നമുക്ക് തന്നെ വേറെ നമ്മൾ ഷവർമ കൊറേ ആയി ഷവർമ കഴിച്ചിട്ടുണ്ടോ? ആപ്പിൾ ടേസ്റ്റുള്ള ഫുഡ് നമ്മളെല്ലാം കഴിച്ചിട്ട് വരാം. നമ്മളെങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടെല്ലാം സെറ്റായി. എങ്ങനെയുണ്ടാ ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? എനിക്കും ഇഷ്ടപ്പെട്ടിന്. പക്ഷെ ഷവർമ അടിപൊളി. പക്ഷെ മറ്റേ ലോഡ് സൈസ് അത്ര ഒരു സുഖം കിട്ടും. ചീസ് മിക്സ് ആയിട്ട് ഇവർക്ക് രണ്ടാക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ. ഇനി എന്തായാലും നേരെ അമാന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ചില്ലെല്ലാം അടിച്ചിട്ട് നമുക്ക് ഇങ്ങ് വരാം. നമ്മൾ 3 കൂടി അമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദേവു ഇപ്പൊ ഇല്ല. ദേവുവിന് തലവേദന ഇതെല്ലാം ആയതുകൊണ്ട് ഓള് വിചാരിച്ച് അവിടെ റെസ്റ്റ് എടുക്കേണ്ടി വിചാരിച്ച് ഓളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ 3 എത്തി. അമാനിപ്പം അവൻ അനിയത്തിനെ കൂട്ടാനെല്ലാം പോയിട്ടുള്ളത്. അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വേഗം വരും. ഇനിയിപ്പോൾ എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗ് ഇനി എന്തായാലും നിങ്ങൾക്ക് വരും വീഡിയോകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരേക്കും ബായ്.